അന്നൊരു ഭൂകമ്പം നടന്നാൽ എന്ത് നടക്കും? 3 കാര്യം കൂടെ വായിക്കാം. എസെക്കിയേൽ പ്രവചനം 38, 19, 20. ബൈബിൾ ഉള്ളവരെല്ലാം തുറക്കാം. 3 കാര്യങ്ങൾ വായിക്കുമ്പോൾ അവസാനിക്കും. എസെക്കിയേൽ 38, 19, 20 വാക്യങ്ങൾ വായിച്ചാട്ടെ. മൈക്ക് കൊടുത്താട്ടെ മോനെ. അന്നാളിൽ നിശ്ചയമായിട്ട് ഇസ്രായേൽ ദേശത്ത് ഒരു വലിയ ഭൂകമ്പം ഉണ്ടാകുമെന്ന് ഞാൻ എന്റെ തീഷ്ണതയിലും എന്റെ കോപാഗ്നിയിലും അരുളി ചെയ്തിരിക്കുന്നു. 7000 കിലോമീറ്റർ പശ്ചിമേഷ്യ കുലുങ്ങുന്ന ഒരു ഭൂകമ്പം വരും. അടുത്ത വാക്ക്. അങ്ങനെ സമുദ്രത്തിലെ മത്സ്യവും കപ്പൽ പട മുഴുവൻ ഈ ഭൂകമ്പത്തിൽ തകരും. ആകാശത്തിലെ പറവയും കാട്ടിലെ മൃഗവും. ആകാശത്തിലെ പറവ പരുന്തും കഴുകനുമല്ല, സകല യുദ്ധവിമാനങ്ങളും താഴെ വീഴും. ഭൂകമ്പം വന്ന പ്ലെയിൻ ഇറങ്ങാൻ പറ്റത്തില്ല, റൺവേക്കകത്ത് കത്തി താഴെ വീഴും. സമുദ്രത്തിലെ മത്സ്യം, ആകാശത്തിലെ പറവ. അടുത്ത വാക്ക്. കാട്ടിലെ മൃഗം. നിലത്തിഴയുന്ന ഇഴജാതിയൊക്കെയും. കാട്ടിലെ മൃഗത്തിന്റെ പ്രത്യേകത തീവ്രവാദികൾ. ഇന്നെവിടെ തീവ്രവാദികൾ? നമ്മളിവിടെ കൺവെൻഷൻ ഇരിക്കുന്നു. വയനാടിലും ബത്തേരിയിലും കൺവെൻഷൻ പോയ 9 മണിക്ക് മൈക്ക് ഓഫ്, 7 മണിക്ക് മൈക്ക് തരും. രൂപേഷും സുമതിയും വരുമെന്ന്. സന്തോഷമില്ലല്ലോ? മോഹൻലാലും കാർത്തികയല്ല, രൂപേഷ് സുമതി എന്ന്. സ്വത്രം പ്രാർത്ഥിച്ചോണ്ടാ മതി. കണ്ണൂരിലെ ആറളത്ത് ചന്ദ്രൻ ചേട്ടൻ്റെ വീട്ടിൽ വന്ന് മൊബൈലും ചാർജ് ചെയ്ത് ചിന്നമ്മാമ്മയുടെ വീട്ടിൽ വന്ന് പലരിക്കും എടുത്തുകൊണ്ട് പോയെന്ന്. സ്വത്രം. കേരളത്തിൽ വരെ തീവ്രവാദികൾ. അവരെല്ലാം കാട്ടിനകത്താ. IS, മാവോയിസ്റ്റ്, താലിബാൻ, ജയ്ഷ്, ഇവനെല്ലാം ഈ വലിയ ഭൂകമ്പത്തിൽ പുറത്തു വരും. കാട്ടിലെ മൃഗങ്ങൾ, അരിക്കൊമ്പനും ചക്കക്കൊമ്പനും അല്ല, അവനൊക്കെ ഇപ്പൊ തീരും. ഇവന്റെ മൂത്ത ഏട്ടന്മാരാ വരാൻ പോകുന്നത്. കാട്ടിലെ മൃഗം. അടുത്തത് കരപ്പട്ടാളം, BSF, CISF. ഇത് മുഴുവൻ ഈ കിടങ്ങിനകത്ത് വീണ് മരിക്കുന്ന കാലം. വലിയ ഭൂകമ്പം. അടുത്ത വാക്ക്. ഭൂതലത്തിലെ സകല മനുഷ്യരും എന്റെ സന്നിധിയിൽ വിറയ്ക്കും. ഇനി കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് ഞാൻ ആകാശത്തെ ഇളക്കും. മിണ്ടുന്നില്ല. ഞാൻ ഭൂമിയെ ഇളക്കും, ഞാൻ കരയെ ഇളക്കും. ഞാൻ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും. സഹോദര സഹോദരി, 2 ദിവസം കൂടെ യോഗം. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വമാ, എന്നാൽ രക്ഷിക്കപ്പെട്ട നമുക്കോ ദൈവശക്തി. The second day evening, the convention is ongoing. Malayangaon. Are you staying in a house? Other house, your vehicles. Anyway, are you staying in a terrace or house? Brother, sister, the last moment is coming. ഇന്ന് രാത്രി ഒരു തീരുമാനമെടുക്കണം. പണ്ഡിതനാകട്ടെ, ധനവാനാകട്ടെ, ദരിദ്രനാകട്ടെ, മുതലാളിയാകട്ടെ, തൊഴിലാളിയാകട്ടെ, കാലം തീരാറായി. അതിനു മുമ്പ് പാപിയായ എൻ്റെ പേര് പുസ്തകത്തിൽ ചേർക്കണമെങ്കിൽ ഇന്ന് രാത്രി നിങ്ങളുടെ കരം വീട്ടിനകത്ത് ഉയർത്തു. യേശു എൻ്റെ ഏക ദൈവം, യേശു എൻ്റെ ഏക രക്ഷിതാവ്, എൻ്റെ കർത്താവ് യേശു എന്ന് രാത്രി വിശ്വസിക്കുന്നുവെങ്കിൽ ജീവന്റെ പുസ്തകത്തിൽ പേർ ചേർക്കുന്ന രാത്രിയാ. അതുകൊണ്ടാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പാടുന്നത്, ചൂള പോലെ കത്തുന്ന നാൾ വരുന്നിതാ. ദേശമേ ദേശമേ വചനം കേൾക്കാൻ. തീർന്നില്ല, ഒരു വാക്യം കൂടെ. കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടാൽ, മലയങ്കാവേ, ബദേൽപുരമേ, ഓൺലൈൻ കേൾക്കുന്ന തോലടിയെ, ഇന്ന് രാത്രി മനുഷ്യന്റെ ശവമടക്കം എങ്ങനെയായിരിക്കും? വായിക്കാം. എസെക്കിയേൽ പ്രവചനം 39, 14, 15 വാക്യങ്ങൾ പടപട വായിച്ചാട്ടെ. എസെക്കിയേൽ. കർത്താവിന്റെ അരുളപ്പാട്. ദേശമെല്ലാം വെടിപ്പാക്കേണ്ടതിന് അതിൽ ശേഷിച്ച ശവങ്ങളെ അടക്കുവാൻ ദേശത്തിൽ ചുറ്റി സഞ്ചരിക്കുന്ന നിത്യപ്രവൃത്തിക്കാരെ നിയമിക്കും. അതാ കോവിഡ് കാലത്ത് 6 ചെറുപ്പക്കാരാ വന്ന് ഇവിടെ ശവമടക്കാൻ പൈസ കൊടുക്കുന്നവർ. മെഡിക്കൽ കോളേജ് ക്ലിയർ ആയില്ലയോ? ശവമടക്കുന്ന ആൾക്കാർ സ്പെഷ്യൽ ടീം റിക്രൂട്ട്മെന്റ്. അത് കഴിഞ്ഞ് അടുത്ത വാക്ക് വായിച്ചാട്ടെ. 7 മാസം കഴിഞ്ഞ ശേഷം. 7 മാസം പറഞ്ഞു തരാം. 7 മാസം. ഇന്ന് നിങ്ങളുടെ കയ്യിലെല്ലാം മൊബൈലുണ്ട്. റഷ്യ ഉക്രൈൻ വാർ ടൈപ്പ് ചെയ്തിട്ട് 24 PP ജെയിംസ്, അത് കഴിഞ്ഞ് ഏഷ്യാനെറ്റ് അളകനന്ദ, അവരോട് ടൈപ്പ് ചെയ്യണം റഷ്യ ഉക്രൈൻ വാർ. ദാ കിടക്കുന്ന കീവ്, ഓർക്കീവ്, മരിയാപ്പോൾ, ഒഡേസ, സപ്രോഷ്യ. ചാക്കിനകത്ത് എല്ലാത്തിനെയും വലിച്ച് താഴെ ഇടുക. 7 മാസം. അതാ ഉക്രൈനിലെ ശവമടക്കം. ഇതൊക്കെ ഒന്ന് കാണണം അച്ചായ. ഇതെല്ലാം കാലം തീരാറായി, കാന്തൻ വരാറ്. 7 മാസം കഴിഞ്ഞിട്ട് വേണം ശവമടക്കം. അടുത്ത വാക്ക് വായിച്ചാട്ടെ. അവർ പരിശോധന കഴിക്കും. മലയാളം. കോവിഡ് കഴിഞ്ഞാൽ കാരക്കോണത്തും ആനപ്പാറ ഗവൺമെന്റ് ആശുപത്രി എഴുതി വെച്ചിട്ടുണ്ട് പോസ്റ്റ് കോവിഡ് ക്ലിനിക്. കോവിഡ് തീർന്നു. കോവിഡ് അനന്തരം ഒരു മനുഷ്യ ശരീരത്തിൽ എന്തൊക്കെ വേരിയേഷൻ ഉണ്ടെന്ന് നോക്കുന്ന ഡോക്ടർ. പോസ്റ്റ് കോവിഡ് യുദ്ധാനന്തരം വീതികളിൽ നോക്കും
ഡെഡ് ബോഡി ഉണ്ടോ, കണ്ണുണ്ടോ, കാലുണ്ടോ, മാനസാന്തരപ്പെട്ടോ. അടുത്ത വാക്കൂടെ വായിച്ചട്ടെ. ദേശത്ത് ചുറ്റി സഞ്ചരിക്കുന്നവർ, ദേശത്ത് ചുറ്റി സഞ്ചരിക്കുന്നവർ സഞ്ചരിക്കുമ്പോൾ അവരിൽ ഒരുവൻ ഒരു മനുഷ്യാസ്ഥി കണ്ടാൽ 7 മാസം കഴിഞ്ഞ മനുഷ്യന്റെ ശരീരം കാണത്തില്ല, അസ്ഥികൂടം വഴി കിടക്കുന്നു. അടുത്തത് വായിച്ചട്ടെ. അതിനരികെ ഒരു അടയാളം വയ്ക്കും. അതിനരികെ ഒരു അടയാളം വെക്കും. നിൽക്കട്ടെ, ആ ഒരു വാക്കൂടെ വായിക്കണം, മോള് വിട്ടുകളയല്ലേ. ഇന്ന് രാത്രി ഞാൻ വരുന്നത് കൊല്ലം ജില്ലയിൽ നിന്നാണ്. എൻ്റെ വീട്ടിൻ്റെ 8 കിലോമീറ്റർ ദൂരമാണ് പരവൂർ. അവിടെ ഒരു പുറ്റിങ്ങൽ ദുരന്തം നടന്നു. തോറിയോ ലിതിയൊന്നുമല്ല, 134 പേർ അന്ന് മരിക്കപ്പെട്ടു പൊട്ടാസ്യം നൈട്രേറ്റ്. അന്ന് 5 മരങ്കാല CSIയിൽ അന്ന് കേരള യൂണിവേഴ്സിറ്റിയിൽ ആയിരുന്ന സ്റ്റാൻലി ദേവനാശ സാർ, അവിടുത്തെ മെമ്പർ, എൻ്റെ സുഹൃത്തുമായിരുന്നു. അദ്ദേഹം എന്നെ അവിടെ കർത്താവിൻ്റെ വരവ് പ്രസംഗിക്കുമ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. ഞാൻ രാത്രിയിൽ 5 മരങ്കാലം താമസിക്കുമ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞ് രാവിലത്തെ വണ്ടിയിൽ എനിക്ക് പോകണം, നാട്ടിൽ ചെന്നു. അന്ന് രാത്രി ഞാൻ വിളിച്ചപ്പോൾ എൻ്റെ ബ്രദറിൻ്റെ മകൻ അന്ന് കൊല്ലം ഈസ്റ്റ് CI ആയിരുന്നു, ഇന്ന് അവൻ എറണാകുളം വിജിലൻസ് DYSP. അന്ന് ഞാൻ അവിടെ ചെന്നപ്പോൾ അവൻ പറഞ്ഞ് കാണാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞ് പ്രാർത്ഥിച്ച് നിനക്ക് ഈ ജോലിയാക്കിയത് ഞാൻ, പിന്നെ എന്നെ കയറ്റിയില്ല ആരാ സ്വോത്രം, അതുകൊണ്ട് മര്യാദയ്ക്ക് കയറ്റണമെന്ന് പറയും. അന്ന് ആദ്യമായിട്ട് ആ പാസ്റ്ററെ മൂക്കി മാസ്ക് വെച്ച് എൻ്റെ ജീവിതത്തിൽ സ്വോത്രം. അവിടെ കയറിയപ്പോൾ എപ്പോഴും ഓർമ്മയുണ്ട്, ഒരു കോട്ടും തന്ന്. ഞങ്ങളുടെ നാട്ടിൽ ഞാൻ കണ്ടത് കിടക്കുന്നത് മനുഷ്യൻ്റെ കൈ വേറെ കാല് വേറെ. പരവൂർ പുറ്റിങ്ങൽ ഒരു രാത്രി കമ്പം നടന്നത് കണ്ടോ. ഞാൻ വൈകിട്ട് ഇവിടെ 5 മരങ്കാലെ കൺവെൻഷൻ വന്ന് വിളിച്ചു. കാര്യങ്ങളെല്ലാം എന്തോ ഇത് മെഡിക്കൽ കോളേജിൽ ഡോക്ടർമാർ വന്ന് ചിലതൊക്കെ ഒട്ടിച്ചു കൊടുത്ത്. ഞാൻ ചോദിച്ചു, ബാക്കി ചെതറിയ അസ്ഥിക്കഷ്ണം പല്ലവിടെ? അതെല്ലാം JCB കൊണ്ടുവന്ന് ഇങ്ങനെ ഞങ്ങൾ പൊക്കി പരവൂരിക്കൊണ്ട് കായലങ്ങ് തീർത്ത്. സ്വോത്രം. ഞങ്ങളുടെ നാട്ടിൽ പരവൂർ നടന്നത് തീർന്നില്ല. ഇതെല്ലാം ഈ പെന്തിക്കോസുകാരൻ കേൾക്കട്ടെ. ശ്രീലങ്കയിൽ തമിഴ് പുലികളുടെ നേതാവ് വേലുപ്പുള്ള പ്രഭാകരൻ, അവനെ ക്ലസ്റ്റർ ബോംബ് എറിഞ്ഞ പട്ടിക്കോല വയ്ക്കുന്നത്. 6 മാസം അവൻ്റെ ബോഡി അവിടെ കിടന്ന് പാസ്റ്റർ. 7-ാം മാസം പോർക്കൽ വിറ്റ് കൊണ്ടുവന്ന് ജാഫ്നയുടെ കടലിടുക്കി റേഡിയേഷനൊക്കെ അത് കൊണ്ടിട്ട് കൊടുത്തു. ജാഫ്നയിൽ ആരാ? വേലുപ്പുള്ളയുടെയും പ്രഭാകരൻ്റെയും മകൻ്റെയും ബോഡി അസ്ഥികൂടം. കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ മനുഷ്യൻ്റെ അടക്കം മാനസാന്തരപ്പെട്ടോണം. എവിടെ കൊണ്ടടക്കും? അടുത്ത വാക്കൂടെ മോള് വായിച്ചാട്ടെ, അവസാനിപ്പിക്കുക. ഒരു വാക്കൂടെ വായിക്കാം. അടക്കം ചെയ്യുന്നവർ അത് ഹാമോൻ ഗോഗ് താഴ്വരയിൽ അടക്കം ചെയ്യും. സെമിത്തേരി അടക്കത്തില്ല. CSIയുടെ സെല്ലിൽ മർത്തോമയുടെ സെമിത്തേരി വീട്ടയ്യത്തും അടക്കത്തില്ല. ഇന്ന് രാത്രി മലയങ്കാവേ ഈട്ടിപ്പെട്ടി കയറ്റത്തില്ല, നാട് ചുറ്റത്തില്ല, നഗരം ചുറ്റത്തില്ല, ശോശപ്പയിടത്തില്ല, ഇരുത്തി അടക്കത്തില്ല, കിടത്തി അടക്കത്തില്ല, കുന്തിരിക്കം വെക്കത്തില്ല, പരിപ്പ് വട കിട്ടത്തില്ല, കാട്ടാക്കട വെറൈറ്റി മാർബിളിൽ 6 RIPയും കിട്ടത്തില്ല. കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ, ആറ്റമായുധം പൊട്ടിയാൽ മനുഷ്യൻ്റെ അസ്ഥികൂടം വഴിയരികെ കിടക്കും. വരാനിരിക്കുന്ന ഈ ഘട്ടത്തിൽ നിൽക്കണോ, യേശുവിൻ്റെ വരവിൽ പോണോ? കരമുയർത്തിയാട്ടെ. മലയങ്കാവേ, ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം, ഇതാകുന്നു രക്ഷാദിവസം. ഇന്ന് രാത്രി ഈ സത്യവചനം കേട്ടിട്ടെങ്കിലും, ഇതൊരു മതത്തിൻ്റെ പ്രസംഗമല്ല, ഇതൊരു സമൂഹത്തിൻ്റെ പ്രസംഗമല്ല, നിന്നെ നിത്യതയിലെത്തിക്കുന്ന അന്ത്യനാളിൻ്റെ മൊഴി കേട്ട് ഇന്ന് രാത്രി കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുക. തീർന്നില്ല, ഒരു വാക്യം കൂടെ. ആറ്റം പൊട്ടിയാൽ മനുഷ്യൻ്റെ അവസ്ഥയും കൂടെ. നാട്ടുകാരോട് പറയണ സഹോദരിമാരെ, മൊബൈലിനകത്ത് മെസ്സേജ് കൊടുക്കുമ്പോൾ നിങ്ങളും ബൈബിൾ സ്റ്റഡി എടുക്കണം. കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടാൽ. ഒരു വാക്യം കൂടെ പറഞ്ഞ് അവസാനിക്കാം. സക്കറിയ പ്രവചനം 14:12. ആറ്റം പൊട്ടിയാൽ. വായിച്ചാട്ട് മോളെ. യെരൂശലേമിനോട് യുദ്ധം ചെയ്ത സകല ജാതികളെയും, യെരൂശലേമിനോട് യുദ്ധം ചെയ്ത സകല ജാതികളെയും. വായിച്ചാട്ടെ. യഹോവ ശിക്ഷിപ്പാനുള്ള ശിക്ഷയാവിത്. യഹോവ ശിക്ഷിപ്പാനുള്ള ശിക്ഷയാണിത്. അടുത്തത്, അവർ നിവർന്ന് നിൽക്കുമ്പോൾ തന്നെ അവരുടെ മാംസം ചീഞ്ഞഴുകി പോകും. എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിക്കണം. ഇന്നത്തെ ഹമാസിന്റെ വിഷയത്തിൽ ഇസ്രയേൽ ഇട്ടൊരു സാധനമാ വൈറ്റ് ഫോസ്ഫറസ്. അങ്ങനെ പത്രത്തിൽ വായിച്ച വല്ലവരും ഉണ്ടോ? അന്തിമ ദിനത്തിൽ ലോകത്ത് വീഴാൻ പോകുന്ന വൈറ്റ് ഫോസ്ഫറസാ. ആദ്യം പാസ്റ്റർമാരെ നടുക്കുനിയും, നൂന്നിക്കാൻ പറ്റത്തില്ല. പെതിയ കാലാന്തരത്തിൽ ഈ ഫോസ്ഫറസ് ശരീരത്തിനകത്ത് വന്നാൽ മനുഷ്യൻ്റെ ശരീരം ദാ കിടക്കുന്ന പുഴുത്തങ്ങ് വീഴും. ആദ്യം നടു കുനിയും. അതുകൊണ്ട് ഇന്നത്തെ ചാനൽ വാർത്ത ഇസ്രയേൽ വൈറ്റ് ഫോസ്ഫറസ് ഇട്ടോന്ന് സംശയം. കണ്ടോ? ഇത് കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടാൽ നിവർന്ന് നിൽക്കാൻ മനുഷ്യന് കഴിയത്തില്ല. ഇത് യെരൂശലേമിൻ്റെ താഴ്വരയിൽ വാരി വിതറും. നിവർന്ന് നിൽക്കുമ്പോൾ പെതിയെ നടുകുനിയും, ശരീരം അങ്ങ് ചീഞ്ഞഴിയും. ബോഡി ഇൻഫെക്ഷൻ പ്രൊവൈഡഡ് ബൈ വൈറ്റ് ഫോസ്ഫറസ്. എഴുതിക്കോ മക്കളെ, ഇതൊക്കെ മനസ്സിലാക്കണം. പത്രവാർത്തയും ബൈബിളും. രണ്ടാമത്തെ കാര്യം വായിച്ചാട്ടെ. അവരുടെ കണ്ണ് തടത്തിൽ തന്നെ ചീഞ്ഞഴുകി ആറ്റമായുധം പൊട്ടിയാൽ കണ്ണ് തടത്തിൽ തന്നെ. 1900
45 ഓഗസ്റ്റ് 6-8 ഹിരോഷിമ നാഗസാക്കി. അമേരിക്കയിലെ 2 വിമാനം, ബോക്സ് കാർ, അത് കഴിഞ്ഞിട്ട് മറ്റേ എനാകുള, അതിലാ ബോംബിട്ടത്. കേട്ടോണേ, അതാണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളിരിക്കുന്നത്. രാവിലെ സ്കൂളിൽ പോയ കുഞ്ഞുങ്ങൾ ആകാശത്ത് മഴവില്ല എന്ന് വിചാരിച്ചു. മക്കളെ വീണത് ബോംബ. ചോറും പാത്രം എടുത്ത് കുഞ്ഞുങ്ങൾ പോയി അതെടുത്ത് കളഞ്ഞ് കടലിൽ ചാടി. അന്നത്തെ ചരിത്രമാ. ചൂട് കൊണ്ട് കണ്ണ് തടത്തിൽ നുരുകിപ്പോയി. ആറ്റം വീണാൽ നിങ്ങൾ ഈ കാസർഗോഡ് പോകണം. കരിവേടകം, ബന്തടുക്ക, പാണത്തൂർ, നീലേശ്വരം, ഉപ്പള, ഇവിടെ എല്ലാം ഞാൻ പോയില്ലേ. 1000 പഞ്ചായത്തിൽ പോയില്ലേ പക്ഷേ പോരെ. ഇത്രയൊക്കെ ഓടാൻ ദൈവം കൃപ വന്നില്ല. 1000 പഞ്ചായത്ത് കാസർഗോഡ്. അവിടെ ഞങ്ങളുടെ നേതാക്കന്മാരും പോവുകയല്ല. അവർ കാട്ടാക്കട മൈതാനം, പുത്തരിക്കണ്ടം, പെരുമ്പാവൂർ, തൃശ്ശൂർ, ഇതുപോലെയുള്ള കാര്യം. കാസർഗോഡ് പറഞ്ഞാൽ ഞങ്ങളുടെ ചൂച്ചേട്ട പ്രസംഗം, ഓ കാലിനൽപ്പം ബുദ്ധിമുട്ടാൻ മോനെ, നെഞ്ചിനപ്പം വേദന, പച്ച മലയാളം കേട്ടാലും കുഴപ്പമില്ല. അവിടെ പോയാൽ 150-200, പിന്നെ കവറും ചെറുത്. അങ്ങോട്ട് ആരും പോവുകയല്ല. ഞങ്ങൾ 10 ഉള്ളിടത്തേ പോകത്തുള്ളൂ. സന്തോഷമില്ലല്ലോ. ആദ്യം കർത്താവ് അടിക്കാൻ പോകുന്നത് പെന്തിക്കോസിലെ പാസ്റ്റർമാരെയല്ല, പ്രസിഡന്റുമാരെയല്ല, ഞാനടക്കമുള്ള ചൂച്ചേട്ടകരെ കർത്താവ് അടിക്കും. സന്തോഷമില്ലല്ലോ. സ്വോത്രം. അതുകൊണ്ടാണ് പറഞ്ഞ് അവിടെ ആരും പോകത്തില്ല. അവിടെ പോകണം. എബി എബ്രഹാമിൻ്റെ മിസ്സസ് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അവർ അദ്ദേഹം അവിടെ പ്രസംഗിക്കുന്നത് എനിക്കറിയാം. കാഴ്ചര, പാണത്തൂർ, ഉപ്പള, തൃക്കരിപ്പൂർ, തെരീമ. നമ്മുടെ കേരളത്തിലെ പാസ്റ്റർക്കാരുടെ അറിയത്തില്ല, ഞങ്ങൾക്കറിയാം. സ്വോത്രം. അവിടെ പോകണം. അവിടെ ചില വീട്ടുകളിൽ കയറണം. അടിച്ചതേ എൻഡോസൾഫാൻ. പാസ്റ്റർമാർ കേൾക്കണം. കശുമാവിന് അടിച്ചതാ. ഇന്ന് അവിടുത്തെ കുഞ്ഞുങ്ങളെ സെക്രട്ടേറിയറ്റിൽ കൊണ്ടുവരും. ആ കുഞ്ഞുങ്ങളെ സെക്രട്ടേറിയറ്റ് നടയെ കിടക്കുമ്പോൾ കൈ ഇങ്ങനെ വളഞ്ഞ്, കവിളിങ്ങനെ വളഞ്ഞ്, പല്ലുന്തി തള്ളിയിരിക്കുക. ആറ്റമായതല്ല. വർഷങ്ങൾക്ക് മുമ്പ് കാസർഗോഡ് അടിച്ച കശുമാവിൻ്റെ അടിച്ച എൻഡോസൾഫാൻ ഇപ്പോഴും. അങ്ങനെയെങ്കിൽ ഒരാറ്റം യുദ്ധം ഉണ്ടായാൽ, ഇവിടെ കടലിനകത്ത് ചാടിയാൽ കണ്ണുപോലും ഒഴിഞ്ഞ് താഴെ വീടുപോകും. സ്വോത്രം. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് രക്ഷയുടെ പെട്ടകത്തിൽ കയറിക്കോളാൻ. ഇത് ചക്രം കിട്ടാനല്ല, വാതിലടയാറായി രക്ഷപ്പെട്ടോണം. അടുത്തത് മനുഷ്യന്റെ നാവ് തന്നെ ചീഞ്ഞഴുകി പോകും. ഇന്ന് രാത്രി നിർത്താം. മനുഷ്യന്റെ വായിലേക്കകത്ത് നാവ് ചീഞ്ഞഴുകും. ഓറൽ ഇൻഫെക്ഷൻ നാക്കിനകത്ത്. ഇവിടെ തമിഴ്നാട്ടിലെ നിങ്ങൾക്കറിയാം മൺഡേ മാർക്കറ്റ്, മാർത്താണ്ഡത്ത് താഴെ പോകുമ്പോഴേ മൺഡേ മാർക്കറ്റ്. ഞാനവിടെ പ്രസംഗിക്കുന്നത് ആ തോളെ പോകുന്ന റൂട്ടിൽ. വൈകിട്ട് ഇഷ്ടം പോലെ മാങ്ങ കൊണ്ടുവരും പാസ്റ്ററെ. ഈ തമിഴ്നാട്ടുകാർ കാണിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇവർ തൂക്കുന്ന സമയത്ത് ഒറ്റയടി. ഞങ്ങൾ വൈകിട്ട് ഉപദേശിമാർ കൺവെൻഷൻ മുമ്പ് സ്പ്രേ അടിക്കുന്നുമല്ലോ. സ്വോത്രം. ഒറ്റയടിയാണ് വൈകിട്ട്. രാവിലെ പാറശാല, അത് കഴിഞ്ഞിട്ട് കാരക്കോണം, വെള്ളറട, അരുമേന, മാങ്കോപ്പാളൻ, കോട്ടൂക്കോണം എന്ന്. സ്വോത്രം. തലേന്ന് മരുന്നടിച്ചതാ അമ്മാമ്മ പിറ്റേന്ന് പഴുത്തത്. സന്തോഷമില്ലല്ലോ. വേണേ പടം എടുത്ത് ഞാൻ അവിടെ നയിച്ചു തരാം മാർത്താണ്ഡത്ത് പോകുമ്പോൾ. സ്വോത്രം. ഞാൻ കണ്ടതാ. അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടാൽ തലേന്നടിച്ച മരുന്നിനകത്ത് ഫിനോലിൻ്റെ സ്പ്രേ പാറശാലയും കാരക്കോണം പഴുത്തിരിക്കുന്നെങ്കിൽ ഈ ആറ്റം ആയുധം പൊട്ടിയാൽ വീട്ടിനകത്തെ മലയങ്കാവിലെ ചിന്നമ്മാമേ, പിന്നെ ലജ്ജാവതിയെ നിന്റെ കള്ളക്കടക്കണ്ണി പാടാൻ നാവ് പൊങ്ങത്തില്ലെന്ന്. സ്വോത്രം. നാവിനകത്ത് ഇൻഫെക്ഷൻ വരുമെന്ന്. അതുകൊണ്ട് ഇന്ന് രാത്രി കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടാൽ ശരീരം ചീഞ്ഞടി. ഓ നാവ് തടത്തിൽ തന്നെ അഴുകും. കാണുന്ന ഉരുകി വീണ് പോകും. വരാനിരിക്കുന്ന ഈ കഷ്ടത്തിൽ നിൽക്കണോ, യേശുവിൻ്റെ വരവിൽ പോണോ? സന്തോഷമില്ലല്ലോ. ഇന്ന് രാത്രി പറ, ജെറുസലേം പരിഭ്രമപാത്രം, ഭാരമുള്ള കല്ല്. ജാതികൾ വിരോധമായി തൊടുന്നവർ കഠിനമായി മുറിവേൽക്കപ്പെടും. വരാനിരിക്കുന്ന ന്യായവിധി നിൽക്കണോ, യേശുവിൻ്റെ വരവിൽ പോകണോ? എന്നാൽ ഇന്ന് രാത്രി ഞങ്ങളുടെ പ്രത്യാശ കൂടാരമായ ഭൗമഭവനം മണ്ണിനകത്ത് കെട്ടുപോയാലും കൈപ്പണിയല്ലാത്ത നിത്യഭവനമൊരുക്കി നാഥൻ മധ്യാകാശത്തിൽ വരും. എത്ര പേർക്ക് പ്രത്യാശയുണ്ട്? നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പി, എന്നിലും വിശ്വസിപ്പി. എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ അനേക വാസസ്ഥലമുണ്ട്. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാനിരിക്കുന്ന ഇടത്ത് മടങ്ങി വന്ന് പിന്നെയും നിങ്ങളെ ചേർത്തുകൊള്ളും. അതിനെന്ത് വേണം? 7 അടിസ്ഥാന ഉപദേശം. നോഗയുടെ പെട്ടകം 7, പഴയ നിയമ നിഴൽ, പുതിയ നിയമ പെട്ടകത്തിന് 7 അടിസ്ഥാന ഉപദേശം. രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് അനുതപിച്ച് മുങ്ങി സ്നാനമേറ്റ് പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം, അത് കഴിഞ്ഞ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ പ്രാർത്ഥിച്ച് തിരുമേശയിൽ പങ്കാളിയായി ജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കുന്ന ദൈവകുഞ്ഞിനെ ചേർക്കുവാൻ കാന്തൻ വരാറായി. പാറയുടെ വിളർപ്പിലും കടുതൂക്കിലും ഇരിക്കുന്ന പ്രാവേ, നിന്റെ മുഖം ഞാനൊന്ന് കണ്ടോട്ടെ. 2 പ്രാവിനെ യാഗപീഠത്തിൽ കൊണ്ടുവരും. പഴയ നിയമം ലേവിയ നിർത്താൻ പോവുക. പ്രാവിൻ്റെ കാല് കൂട്ടിക്കെട്ടും. ആ കൂട്ടിക്കെട്ടിയ പ്രാവിനെ ഇവിടെ കൊണ്ടു നിർത്തും. പുരോഹിതൻ്റെ മാർപ്പകതക്കത്തിൽ ഒരു കത്തിയുണ്ട്. അതെടുത്ത് ഒരു പ്രാവിൻ്റെ തലയിറക്കും. മറ്റേ പ്രാവിൻ്റെ മുഖത്ത് രക്തം തെറിക്കും. ഓ,
രക്തം തറച്ച പ്രാവ് കണ്ണടയ്ക്കുമ്പോൾ ഇമ വെട്ടി തുറക്കുമ്പോൾ തൻ്റെ കൂടിരുന്ന ചങ്ങാലി പ്രാവിൻ്റെ തല രക്തം യാഗപീഠത്തിൽ പിഴിഞ്ഞൊഴിക്കും. ശ്വാസം വിടാതെ അതിരിക്കും. യാഗം കഴിയുമ്പോൾ ആ പുരോഹിതൻ കത്തി കഴുകിയിട്ട് ആ കെട്ടിനകത്തൊരറപ്പറക്കും. ജീവനും കൊണ്ട് അത് ഓടും. പാറയുടെ പിളർപ്പിലും കടുന്തൂക്കിലും. ഇന്ന് രാത്രി കർത്താവിൻ്റെ വചനമെടുത്ത അപ്പച്ചന്മാരെ, അമ്മച്ചിമാരെ, ദൈവദാസന്മാരെ, കുഞ്ഞുങ്ങളെ, വീടും കാറും സമ്പത്തും കിട്ടിയില്ലെങ്കിലും പാറയുടെ വിളർപ്പിലും കടുന്തൂക്കിലും ഇരിക്കുന്ന പ്രാവേ, നിന്റെ മുഖം ഞാനൊന്ന് കണ്ടോട്ടെ. 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കാൽവരിയുടെ കൊലക്കളത്തിൽ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ഒരു കുഞ്ഞാടർക്കപ്പെട്ടെങ്കിൽ അവൻ്റെ ചങ്കിലെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ ചേർക്കുവാൻ യേശു വരാറായി. ഇന്നലെ രാത്രി ഞാൻ ടൈറ്റാനിക്ക് പറഞ്ഞു നിർത്താൻ പോവുക. സത്യോപദേശം കേട്ട് ആരെങ്കിലും രക്ഷിക്കപ്പെടാത്ത ഉണ്ടെങ്കിൽ മനുഷ്യാ, ഇന്ന് രാത്രി നീ കിടന്നുറങ്ങിയാൽ നാളെ എഴുന്നേറ്റെന്ന് പറയാൻ പറ്റും. 2 കാര്യം ആർക്കും പറയാൻ പറ്റത്തില്ല. 1 മനുഷ്യൻ്റെ മരണം, 2 കർത്താവിൻ്റെ വരവ്. അതിനു മുമ്പ് രക്ഷയുടെ പെട്ടകത്തിൽ കടക്കണം. നിർത്താൻ പോവുക. യേശു ജീവിക്കുന്നു. നിങ്ങൾക്കറിയാം, ലോകത്തിൽ 5 ധനവാന്മാർ ടൈറ്റാനിക്കിനെ തേടിപ്പോയി. പാകിസ്ഥാൻ, കാനഡക്കാർ, ദുബായ്ക്കാരൻ. ഓഷ്യൻ ടൈറ്റാനിക് പേടകം. ലോകം പ്രാർത്ഥിച്ചു. അവിടെ ചെന്നപ്പോൾ 487 മീറ്റർ ദൂരത്തിൽ അവരുടെ പേടകം തകർന്നു. ഒരുവൻ ധനവാനായി തീർന്നാലും അവൻ്റെ ഭവനത്തിൻ്റെ മഹത്വം വർദ്ധിച്ചാലും മരണത്തോടുകൂടൊന്നും കൊണ്ടുപോകത്തില്ല. എന്നാൽ എത്ര പേര് പേപ്പർ വായിച്ചു? മലയങ്കാവി ഒരമ്മ 4 കുഞ്ഞുങ്ങൾ. വല്ലവരും വായിച്ചോ? ഒരപ്പനെ തേടി ഇറങ്ങിയതാ. കൊച്ചു വിമാന സെസ്ന. അമ്മയുണ്ട്, 4 കുഞ്ഞുങ്ങൾ. 14 വയസ്സുള്ള മോൾ, 11 വയസ്സുള്ള മോൾ, 9 വയസ്സുള്ള മോൾ, 9 മാസം പ്രായമുള്ളൊരു ആൺകുഞ്ഞ്. അവരുടെ വിമാനം തകർന്നു കാറ്റിനകത്ത്. എന്താ സംഭവിച്ചത്? മനസ്സിലാക്ക്. അമ്മ മരിച്ചു, പൈലറ്റ് മരിച്ചു, രക്ഷിക്കാമെന്ന ആദിവാസി മൂപ്പനും മരിച്ചുപോയി. 4 പിഞ്ചു കുഞ്ഞുങ്ങൾ ആ ഡെഡ് ബോഡിയെ ചവിട്ടി യാത്രയായി. 40 ദിവസം സൈമുൾട്ടേനിയസ് സ്നേക്ക് ഒബ്സർവിങ് ഇൻ. ഞാൻ എല്ലാം പഠിച്ചിട്ടുള്ളതാണ്. ഹെവി റെയിൻ ഫാൾസ്. വൈകിട്ട് മഴയാ. ഒരു ജോഡി ഡ്രസ്സ് പോലും കയ്യിലില്ല. 4 കുഞ്ഞുങ്ങൾ 40 ദിവസം ഇട്ടിരിക്കുന്ന ഡ്രസ്സ് 9കാരനെ കയ്യിലെടുക്കുക. കുഞ്ഞുങ്ങൾ മാറി മാറി. 40-ാം ദിവസം വനാന്തരത്തിൽ പട്ടാളക്കാരോ ശബ്ദം കേട്ടു. ഓടിച്ചെന്നപ്പോൾ 4 കുഞ്ഞുങ്ങൾ ആംബുലൻസ് കയറ്റി 4 എണ്ണത്തിനെ ആശുപത്രി കൊണ്ട് ട്രിപ്പ് കൊടുത്തു. നമ്മുടെ മലയാള പത്രം റിപ്പോർട്ട് ചെയ്തില്ല. ഒരു BBC-കാരി 14കാരി മോളെ ട്രിപ്പ് എടുക്കുമ്പോൾ ചെന്ന് ചോദിച്ചു, ലാസ്റ്റ് 14 days ഹൂ ഈസ് റൂട്ടഡ് അറ്റ് ആമസോൺ ഫോറസ്റ്റ്. 40 ദിനങ്ങളിൽ നിങ്ങളെ ആരായി കാട്ടിനകത്ത് വഴി നടത്തിയത്? ആ മൂത്ത മോള് പറഞ്ഞൊരു മറുപടി കേൾക്കണം. ഡോണ്ട് നോ സിസ്റ്റർ, ആൻ അൺസീൻ പവർ റൂട്ടഡ് എവരിത്തിങ് ഇൻ ദ ഫോറസ്റ്റ്. ഒരദൃശ ശക്തി ഞങ്ങളെ 40 ദിവസം നടത്തി. ഇന്ന് രാത്രി മലയങ്കാവി കരമുയർത്തണം. ജീസസ് ഈസ് എലൈവ്. കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്ക് അതതിൻ്റെ ആഹാരം. വയലച്ചടിക്ക് പ്രകാശം. ലോകത്തിലെ ധനവാന്മാർ അറ്റ്ലാന്റിക്കിനകത്ത് പണവുമായി പോയപ്പോൾ, സമുദ്രത്തിൽ തകർന്നപ്പോൾ 4 കൊച്ചു കുഞ്ഞുങ്ങളെ കരം പിടിച്ച് നടത്തുവാൻ വനാന്തരത്തിനകത്ത് ഒരു ശക്തി ഇറങ്ങിയെങ്കിൽ അന്ത്യം വരെ വഴി നടത്തുന്ന ദൈവകരം എനിക്ക് വേണ്ടി വെളിപ്പെട്ടു വരും. എല്ലാവർക്കും എഴുന്നേൽക്കാം. നമ്മുടെ പ്രിയൻ വരാറ് ഒരു പാട്ടിൻ്റെ ചരണങ്ങൾ പാടി, ജെറുസലേമേ ജെറുസലേമേ. ഒരു കോഴി തൻ്റെ കുഞ്ഞിനെ ചിറകിൽ മറയ്ക്കുന്ന പോലെ നിന്നെ മറച്ച് കാക്കാൻ എനിക്ക് മനസ്സിലായിരുന്നു. ഇന്ന് രാത്രി നമ്മുടെ പ്രിയൻ വരാറായി. നമ്മുടെ കണ്ണുനീർ മാറായി. ഇന്ന് രാത്രി ആ സ്വർഗ കവാടത്തിലേക്ക് നാം എടുക്കാറായി. ഉയർപ്പിൻ്റെ പൊൻപുരയിൽ കണ്ടിടും. എല്ലാ ഒരു പഴയ പ്രത്യാശയുടെ ഗാനം പാടി. യുദ്ധങ്ങളും ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും എല്ലാം വന്നു കഴിഞ്ഞു. ഒരു പ്രത്യാശയുടെ ഗാനം പാടി പ്രിയൻ്റെ വരവിന് വേണ്ടി വിശുദ്ധിയോടെ നമുക്ക് ഒരുങ്ങി നിൽക്കാം. എല്ലാ കരങ്ങളും അടിച്ച് ഇന്ന് രാത്രി ശക്തിയോടെ ചേർന്ന് പാടി നമ്മുടെ ദൈവത്തെ ആരാധിക്കാം. എല്ലാവരും ഇന്ന് രാത്രി യുദ്ധം, ക്ഷാമം, ഭൂകമ്പം, പണ്ടത്തെ അപ്പച്ചന്മാർ പാടിയതുപോലെ വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം പ്രിയൻ്റെ വരവിന്. യെസ്, എല്ലാ കരങ്ങളും അടിച്ച് ശക്തിയോടെ ദേശം വിടുവിക്കപ്പെടട്ടെ. ആയിരങ്ങൾ യേശുവിനെ കാണട്ടെ. യെസ് യെസ്. വിശുദ്ധിയോടെ, പ്രത്യാശയോടെ
യെസ്. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരവതിൽ താമസമേറയില്ല. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരവതിൽ താമസമേറയില്ല. തന്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ ഒരുങ്ങീടാം. തന്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ ഒരുങ്ങീടാം. യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, ഭൂകമ്പം, പല വ്യാധികളാൽ ജനം നശിച്ചിടുന്നു. യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, ഭൂകമ്പം, പല വ്യാധികളാൽ ജനം നശിച്ചിടുന്നു. രാജ്യങ്ങളോട് എതിർത്തു തുടങ്ങിയല്ലോ ഒരുങ്ങീടാം. രാജ്യങ്ങളോട് എതിർത്തു തുടങ്ങിയല്ലോ ഒരുങ്ങീടാം. നിസ്സാരങ്ങൾ തുടങ്ങി കോട്ടിൽ വരെ ജന കണ്ണൂരിൽ താഴ്വരയിലല്ലയോ. കൊട്ടാരങ്ങൾ തുടങ്ങി കോട്ടിൽ വരെ ജന കണ്ണൂരിൽ താഴ്വരയിലല്ലയോ. ഒരു സ്വസ്ഥതയുമില്ല മനുഷ്യർക്ക് ഒരുങ്ങീടാം. ഒരു സ്വസ്ഥതയുമില്ല മനുഷ്യർക്ക് ഒരുങ്ങീടാം. ആകാശത്തിൻ ശക്തി ഇളകുന്നതാൽ ഭൂവിലെന്തോ ഭവിക്കുമെന്നോർത്തുകൊണ്ട്. ആകാശത്തിൻ ശക്തി ഇളകുന്നതാൽ ഭൂവിലെന്തോ ഭവിക്കുമെന്നോർത്തുകൊണ്ട്. ജനം പേടിച്ചു നിർജീവരായിടുന്നേ ഒരുങ്ങീടാം. ജനം പേടിച്ചു നിർജീവരായിടുന്നേ ഒരുങ്ങീടാം. ബുദ്ധിമാന്മാർ പലർ വീണിടുന്നേ ദൈവശക്തിയെ ത്യജിച്ചവരോടിടുന്നേ. ബുദ്ധിമാന്മാർ പലർ വീണിടുന്നേ ദൈവശക്തിയെ ത്യജിച്ചവരോടിടുന്നേ. ലോകമോഹങ്ങൾക്ക് അധീനരായി തീരുന്നതാ ഒരുങ്ങീടാം. ലോകമോഹങ്ങൾക്ക് അധീനരായി തീരുന്നതാ ഒരുങ്ങീടാം. ഭൂമികാരുഢനായി വന്നിടുന്നേ 10,000 പേർകളിൽ സുന്ദരനായി വന്നിടുന്നേ 10,000 പേർകളിൽ സുന്ദരനായി. കോമള രൂപം കണ്ടാനന്ദിപ്പാൻ ഒരുങ്ങീടാം. തന്റെ കോമള രൂപം കണ്ടാനന്ദിപ്പാൻ ഒരുങ്ങീടാം. മണവാളൻ വരവേറ്റമടുത്തുപോയി. മണവാളൻ വരവേറ്റമടുത്തുപോയി. മണിയറയിൽ പോയി നാം ആശ്വസിപ്പാൻ ഒരുങ്ങീടാം. മണിയറയിൽ പോയി നാം ആശ്വസിപ്പാൻ ഒരുങ്ങീടാം. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി. എല്ലാ കരങ്ങളും അടിച്ച് ആരാധിച്ചാട്ടെ. നമ്മുടെ യേശു വരാറായി, നമ്മുടെ പ്രാണപ്രിയ വരാറായി. തന്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ ഒരുങ്ങീടാം. തന്റെ വാഗ്ദത്തങ്ങൾ പലതും ഒരുങ്ങീടാം. തന്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ ഒരുങ്ങീടാം. തന്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ ഒരുങ്ങീടാം. തന്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ തന്റെ വാഗ്ദത്തങ്ങൾ പലതും എന്റെ കരുണയ്ക്കായി, എന്റെ കൃപയ്ക്കായി നന്ദിയപ്പാ. കൃപയേ, 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 കൃപയേ. പരിശുദ്ധാത്മാവിന്റെ കരം ഇന്ന് രാത്രി ചലിക്കട്ടെ. എല്ലാ ക്യാൻസറുകൾ, എല്ലാ ട്യൂമറുകൾ, എല്ലാ ആർത്രൈറ്റിസുകളും, എല്ലാ തൈറോയ്ഡ് രോഗങ്ങൾ കത്തി തൊടാതെ സർജറിയും കരുത്തുറ്റ യേശുവിന്റെ നാമത്തിൽ ഈ രാത്രി എഴുതിയിട്ട് അവസാനിപ്പിക്കുക. രാമേശ്വരത്ത് ഒരു പാലമുണ്ട്, പാമ്പൻ പാലം. പാമ്പൻ പാലത്തിന്റെ പ്രത്യേകത, അതിന്റെ സൈഡിൽ ഒരു പടമുണ്ട്, പലർക്കും അറിയത്തില്ല. പണ്ടത്തെ രാമേശ്വരത്തെ പാമ്പൻ പാലത്തിന്റെ പ്രത്യേകത, കപ്പൽ പോകുമ്പോൾ പാലം ഉയർത്തും,
കപ്പൽ പോയി കഴിയുമ്പോൾ, പാലം താക്കുമ്പോൾ ട്രെയിൻ യാത്രയാകും. ഒരു ഉച്ച സമയത്ത് 13 വയസ്സുള്ള മകൻ അപ്പന് ചോറുമായിട്ട് വന്നു. കപ്പൽ യാത്രയായി. അപ്പൻ്റെ ചോറവിടെ വെച്ചപ്പോൾ ചക്രം താത്തുകൊണ്ടിരിക്കുക. മകൻ പറഞ്ഞു, അപ്പാ ഞാൻ അപ്പുറത്തെ കരയിൽ പോയി ഞാനൂടെ ഹെൽപ്പ് ചെയ്യാം. മോൻ അപ്പുറത്തെ കരയിലേക്ക് ഓടി ചക്രം താത്തുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ കൈ ചക്രത്തിൽ വീണു. കുഞ്ഞിൻ്റെ നിലവിളി, അയ്യോ എൻ്റെ കൈ, എൻ്റെ കൈ. അപ്പൻ ചക്രം ഒന്ന് ചവിട്ടി നിർത്തി. അപ്പുറത്ത് പോയാൽ തൻ്റെ കുഞ്ഞിൻ്റെ കൈ വലിച്ചെടുത്ത് രക്ഷിക്കാം. പക്ഷെ അന്നത്തെ കാലത്ത് മൊബൈൽ സംവിധാനമില്ല. ആയിരക്കണക്കിന് പാസഞ്ചറുമായി ഒരു ട്രെയിൻ വരും. ആ ട്രെയിൻ മുഴുവൻ രാമേശ്വരം കടലിൽ വീഴും. അപ്പൻ കണ്ണടച്ചു. ആ ചക്രം കറക്കി. തൻ്റെ ജീനിൽ പറന്ന കുഞ്ഞ് ചക്രത്തിനകത്ത് ഞെരിഞ്ഞമർന്നു. അവസാന ദീനരോധനം, അയ്യോ അയ്യോ, അതപ്പൻ കേട്ടു. ആ സമയം ആയിരക്കണക്കിന് പാസഞ്ചറുമായി ട്രെയിൻ യാത്രയെ പൈലറ്റ് ഒരു കൊടി കാണിച്ചു. ഈ അപ്പൻ എവിടെ ഓടി? ട്രെയിൻ പോയതിനു ശേഷം ഓടി ചക്രത്തിൽ കുരുങ്ങിക്കിടക്കുന്ന തൻ്റെ പ്രിയ മകന്റെ ശരീരം അത് കയ്യിലെടുത്തുകൊണ്ട് പറഞ്ഞു, മോനെ നിന്റെ ആത്മാവ് എന്നോട് ക്ഷമിക്കണം. നിന്നെ ഒരു വ്യക്തിയെ രക്ഷിക്കാൻ ഞാൻ തുനിഞ്ഞെങ്കിൽ 1000 ഇതിനകത്ത് വീണന്. നിന്റെ രക്ഷയല്ല, 1000 രക്ഷ ഓർത്തു. അപ്പോൾ ബ്രിട്ടന്റെ കൗൺസിൽമാർ വന്നു. അവന് പട്ടും വളയും കൊടുത്തു. അപ്പൻ പ്രിയ മകന്റെ ശരീരഭാഗം മാറോട് ചേർത്തിരിക്കുന്ന പടമ ഇന്ന് രാമേശ്വരം പാമ്പൻ പാലത്തിൽ കാണുന്നത്. അങ്ങനെയെങ്കിൽ ഇന്നേക്ക് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി തൻ്റെ ഏകജാതനായ പുത്രനെ കാൽവറിയുടെ കൊലക്കളത്തിൽ തകർത്ത് കളയുവാൻ അവന് കൃപ തോന്നി. ഏലി ഏലി ലമ്മ ശബത്താനി, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? ബാശാൻ കൂറ്റന്മാർ എന്നെ വളഞ്ഞു. നായ്ക്കൾ എനിക്ക് ചുറ്റുപോലിയിട്ടു. എൻ്റെ അങ്കിക്കായി അവർ ചീട്ടിട്ടു. കുടിപ്പാൻ കയ്പ് കാടി തന്നു. എൻ്റെ അസ്ഥികളൊക്കെ തൂകിപ്പോകുന്നു. കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കിക്കൊള്ളണമേ. ഒരു പടയാളി യേശുവിൻ്റെ വിലാപ്പുറം കുത്തി രക്തവും വെള്ളവും ഒഴുകി സകലത് നിവർത്തിയായി. ഇന്ന് രാത്രി ആ കാൽവറിയിലേക്ക് നമ്മുടെ കണ്ണുകൾ ഉയർത്താം. കോയറിനോട് ചേർന്ന് ഒരു സ്റ്റാൻസ് ദേവേശ യേശു പര, പണ്ടത്തെ കൺവെൻഷനുകളിൽ അപ്പച്ചന്മാർ പാടിയ ഒരു ഗാനം. എല്ലാ കണ്ണുകളും അടിച്ച് ആ കരങ്ങൾ ഉയരട്ടെ, കരങ്ങൾ ഉയരട്ടെ. കാൽവറിയിലേക്ക് ജീവനറ്റ പാപികൾക്കു നിത്യജീവൻ കൊടുപ്പാന നീ മരിച്ചു. ജീവനറ്റ പാപികൾക്കു നിത്യജീവൻ കൊടുപ്പാന നീ മരിച്ചു. ഒരു വാക്കൂടെ നമ്മുടെ യോഗ്യത കാൽവറി. അധിക ഭാരം വഹിച്ചവനാ പൂവനത്തിൽ അധിക ഭാരം വഹിച്ചവനാ അതിവേദയിൽ താതനിഷ്ടം നടപ്പതിനനുസരിച്ചു. അതിവേദയിൽ ആയിട്ടും താതനിഷ്ടം നടപ്പതിനനുസരിച്ചു. ഒരിക്കൽ കൂടി എല്ലാ കാര്യങ്ങളും ഉയരട്ടെ. കാൽവറിയിലെ വിടുതൽ ജീവനെ സമർപ്പണത്തോട്
Thank you, Lord. The mighty moments. ജീവനച്ച തിരുക്കരങ്ങൾ ആണികൊണ്ടു ഭാരത്തോടു ചേർത്തടി ആ ദർശനം ഈ കൺവെൻഷൻ തിരുക്കരങ്ങൾ ആ കാൽവറിയിലെ കരം രോഗികളെ ഇന്ന് രാത്രി തൊടട്ടെ. ഭാരത്തോടു ചേർത്തടിച്ചു ഇരുവശത്തും കൃപയേ 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 നടുവിൽ നീ മരിച്ചോ ഇരുവശത്തും കുരിശുകളിൽ ഇരുകള്ളർ നടുവിൽ നീ മരിച്ചോ യേശുവേ പരമയാഗ ഞങ്ങൾക്കായി തന്റെ ഏകജാതനായ പുത്രനെ കാൽവറിയിൽ തകർത്ത് കളവാൻ ജീവനറ്റ ജീവനറ്റ സമർപ്പണം നിത്യജീവൻ കൊടുപ്പാനാ നീ മരിച്ചു ജീവനറ്റ